ഹായ്, ദിസ് ഈസ് കീർത്തന ഫ്രം മറാക്കി ഗ്ലോബൽ കൺസൾട്ടൻസി. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങൾ ആരെങ്കിലും UK വിസിറ്റിംഗ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. UK ആപ്ലിക്കേഷൻ പ്രോസസ്സ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഫിൽ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും നമ്മൾ ഫിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമും ഒരു മിസ്മാച്ചും വരാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ UK പോലത്തെ ഒരു കൺട്രിയിൽ നമ്മൾ ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിജക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഡോക്യുമെൻറ്റ്സും വെക്കാൻ ശ്രമിക്കുക. നോർമലി UK വിസിറ്റിംഗ് വിസയുടെ ഡ്യൂറേഷൻ വരുന്നത് 6 months, 2 years, 5 years എന്ന രീതിയിലാണ്. സോ നോർമലി നമ്മൾ ആദ്യമായിട്ട് UK അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്, പ്രീവിയസ്ലി ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 6 month വിസ ഓപ്റ്റ് ചെയ്യാണ് നല്ലത്. നിങ്ങൾക്ക് റിജക്ഷൻസിന് ചാൻസ് കുറവും കിട്ടാൻ എളുപ്പത്തിലും 6 month വിസ അപ്ലൈ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നിങ്ങൾ UK ട്രാവൽ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഹിസ്റ്ററി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 year വിസയ്ക്കോ അല്ലെങ്കിൽ 5 year വിസയ്ക്കോ ഓപ്റ്റ്. സോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ഫസ്റ്റ് വന്നിട്ട് പാസ്പോർട്ട്. നിങ്ങൾ ആക്ച്വലി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഉള്ളൊരു ഡോക്യുമെന്റ് സ്കാൻഡ് കോപ്പീസ് മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും, പിന്നെ നിങ്ങൾ പ്രീവിയസ്ലി ട്രാവൽ ഹിസ്റ്ററി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പേജസ് ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടാമത്തെ ഡോക്യുമെന്റ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്. നോർമലി നമ്മൾ ഒരു 3 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരാളുടെ വെക്കുന്നത്, പോകാനിരിക്കുന്ന ആളുടെ വെക്കുന്നത്. സോ ഈ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു പെർ പേഴ്സൺ ഒരു 3 to 4 lakhs എങ്കിലും ഉണ്ടാകണം. ഈ അക്കൗണ്ടിൽ അത്യാവശ്യം ട്രാൻസാക്ഷൻസും ഉണ്ടാകണം. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീവ് സാങ്ഷൻ ലെറ്റർ ആണ്. നിങ്ങൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ ലീവ് സാങ്ഷൻ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് 3 month പേ സ്ലിപ്സ്, പിന്നെ നിങ്ങളുടെ സാലറി അക്കൗണ്ടിലോട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സാലറി അക്കൗണ്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വെക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും വെക്കേണ്ടതുണ്ട്. സോ നിങ്ങളുടെ പർപ്പസ് ആക്ച്വലി വിസിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും കാണാനായിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ വെക്കും. ആക്ച്വലി അവർ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് അവർ സൈൻ ചെയ്തിട്ട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അതുകൂടാതെ നമുക്ക് വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ഒരു അക്കോമഡേഷൻ പ്രൂഫ്. ആക്ച്വലി ഇപ്പോൾ വിസിറ്റിംഗ് വിസിന് പോകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് നിങ്ങൾക്കൊരു അക്കോമഡേഷൻ പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറ്റാച്ച് ചെയ്യും. അല്ല നിങ്ങളുടെ പർപ്പസ് ടൂറിസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഹോട്ടൽ ബുക്കിംഗ് അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവിടെ നിന്ന് തന്നെ റിസർവ് ചെയ്തിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ നിന്ന് തന്നെ വെച്ചിട്ട് പോകേണ്ടത്. സോ ഇതൊക്കെയാണ് ബേസിക്കലി UK ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ വെക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മറാക്കി ഗ്ലോബൽ കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷനും ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻസും ചെയ്തു തരുന്നതായിരിക്കും.